ഉസ്താദിനോട് ഉമ്മ മഴ പെയ്യുന്ന സമയത്ത് ഉസ്താദിൻ്റെ ഉമ്മ പറഞ്ഞത്രേ ഇവിടെ നിന്ന് ഇപ്പോൾ മാറാനും നാട്ടിലേക്ക് വരാനും. അപ്പോൾ ഉമ്മയോട് ഉസ്താദ് പറഞ്ഞൊരു വാക്കുണ്ട്, അതായത് ഞാൻ പഠിപ്പിക്കുന്നതും, അതായത് കുഞ്ഞു മക്കൾ മദ്രസയെ പഠിപ്പിക്കുന്നതും ഞാൻ ഇൽമ ഓതി കൊടുക്കുന്നതുമായ കുറച്ച് കുട്ടികളുമ്മ ഇവിടെ ഉണ്ട് ഉമ്മ, അതുകൊണ്ട് അവരൊക്കെ പോയിട്ട് ഞാൻ മാത്രം രക്ഷപ്പെട്ടിട്ട് എന്ത് കാര്യം എന്ന് ഉമ്മാനോട് തിരിച്ച് പറഞ്ഞിട്ട് അന്ന് ഇവിടെ നിന്നും പോവാതെ ഇവിടെ തന്നെ താമസിച്ചതാണ് ഉസ്താദ് കേട്ടോ. പക്ഷേ ബെഡ് നോക്കുക നിങ്ങൾ, ഇവിടുത്തവർക്കൊന്നും ഒന്നും ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല, ആ ശബ്ദം കേട്ട് പോലും ഉണ്ടാവില്ല. അവർ ഉറങ്ങിക്കിടക്കുന്ന സമയത്താണ് അത്ര ഇവിടെ പോയിട്ടുണ്ടായിരുന്നത്. ഇവിടുന്ന് പൊട്ടി താഴേക്ക് എത്തി, അവിടുന്നും പൊട്ടി അവസാനം അത് ചാലിയാറിലേക്ക് എത്തണമെങ്കിൽ നിങ്ങൾ നോക്കുക എത്ര സമയമെടുക്കും. അത്രയും സമയം ആ ഓരോരോ ആളുകൾ ഒലിച്ച് ചാലിയാറിലൊക്കെ വന്നിട്ടുണ്ട്. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഈ മുണ്ടക്കൈ ഭാഗത്ത്, കഴിഞ്ഞ വീഡിയോസിലെല്ലാം നമ്മൾ ചൂരൽമല ഭാഗങ്ങളൊക്കെ കണ്ടു, പക്ഷേ അതിനെക്കാട്ടിലും എത്രയോ 10-15 ഇരട്ടി അധിക നഷ്ടങ്ങളാണ് കേട്ടോ ഈ ഒരു മുണ്ടക്കൈ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത്. ഈ ഒരു ഏരിയ കണ്ടാൽ സത്യം പറഞ്ഞാൽ നമ്മൾ ആരും ശരിക്കും നോർമലായിട്ട് നമുക്ക് ഈ ഒരു ഏരിയ കണ്ട് നമുക്ക് ശരിയായ രീതിയിൽ ഇവിടുന്ന് പോകാൻ പറ്റില്ല. കാരണം അത്രക്കും നാശനഷ്ടങ്ങളും ഒരുപാട് ബുദ്ധിമുട്ടുകൾ നിറഞ്ഞൊരു ഏരിയയാണ് ഇത്. എന്തായാലും നമുക്ക് ഈ മുണ്ടക്കൈയുടെ കാഴ്ചകളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലുള്ളത്. മുണ്ടക്കൈ എന്തൊക്കെയാണ് ഉരുൾപൊട്ടി, ഏകദേശം ഒരു 10-18 ദിവസം കഴിഞ്ഞു. മുണ്ടക്കൈ ഭാഗത്തെ പുതിയ വിവരങ്ങൾ എന്താണെന്നുള്ളതാണ് ഈ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങളെല്ലാവരും മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക കേട്ടോ. എന്താണ് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നതെന്നൊക്കെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾ മാക്സിമം മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. നമ്മളിപ്പോൾ ഉള്ളത് പള്ളിയുടെ നേരെ താഴെ, പള്ളി കാണുന്നതാണ് ഉസ്താദ് നിന്നിരുന്ന റൂം, അതായിരിക്കും എന്ന് തോന്നുന്നു. കാരണം ആ ഭാഗത്തെ റൂമാണ് ഇടിഞ്ഞു പൊളിഞ്ഞു പോയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ കല്ല് കണ്ട നിങ്ങൾ, ഈ ഒരു കല്ല് നിങ്ങൾ തന്നെ ഒരുപാട് വീഡിയോസിലും അതോടൊപ്പം തന്നെ ഇൻസ്റ്റാഗ്രാമിലെ റീലൊക്കെ ഈ കല്ല് കണ്ടിട്ടുണ്ടാവും. ഈ കല്ല് 2 റൂമിൻ്റെ വലിപ്പമാണ് ഈ കല്ലുള്ളത് കേട്ടോ. ഈ ഒരു കല്ലൊക്കെ ആയിരിക്കും മിക്കവാറും ആ പള്ളിയുടെ അടുത്ത് കൂടെ, ആ പള്ളീൻ്റെ ഭാഗത്തൂടെ വന്നിട്ടുണ്ടാവുക. അപ്പോൾ എന്തായാലും പള്ളി ഇപ്പോൾ ഇത്ര തന്നെ ഇവിടെ നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്നതിന് ഭാഗ്യം എന്ന് പറയാം. കാരണം ഇത്രയും വലിയ കല്ലുകളൊക്കെ വന്നിട്ട് അതിൽ കൂടെ വരുമ്പോൾ നമുക്ക് എങ്ങനെ അത് അവിടെ അത്രയും കാണാൻ പറ്റുന്നു എന്നുള്ളത് ഞാൻ ചിന്തിക്കുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഇത് കണ്ട നിങ്ങൾ, അപ്പോൾ ഇവിടെ രക്ഷാപ്രവർത്തകരും അതുപോലെ തന്നെ ഡിഫൻസ് ടീമൊക്കെ വന്നിട്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തിയതിന് ശേഷമാണ് ഇപ്പോൾ ഇന്ന് കാണുന്ന ഈ നിലയിൽ ഇപ്പോൾ ഇതായിട്ടുള്ളത്. ഇപ്പോഴും വെള്ളം മഴ നിൽക്കാതെ പെയ്തുകൊണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന വീഡിയോ കാണുന്ന സമയത്ത് തന്നെ മഴ പെയ്തുകൊണ്ടേ നിൽക്കുകയാണ്. പള്ളിയുടെ തൊട്ട് മുമ്പിൽ ഒരു ജീപ്പ് നിൽക്കുന്നുണ്ടോ. ജീപ്പിൻ്റെ മുഴുവൻ ഭാഗങ്ങളും താറുമാറായിട്ടുണ്ട്. എന്തായാലും അതൊന്നും ഇനി പഴയ രീതിയിലേക്ക് നമുക്ക് ഒരിക്കലും കാണാൻ പറ്റില്ല. നമ്മളിപ്പോൾ ഈ കാണുന്ന ഏരിയ എന്ന് പറയുന്നത് ഇതാണ് മുണ്ടക്കൈയിലെ മെയിൻ ഒരു അങ്ങാടി എന്ന് തോന്നുന്നു. കാരണം ഈ ഒരു ഭാഗം ഒരുപാട് കട റൂമുകളും അതോടൊപ്പം തന്നെ ഒരുപാട് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും ഇവിടെ കാണുന്നുണ്ട്. ഇവിടെയൊക്കെ കച്ചവടം ചെയ്തിരുന്ന ഇക്കാക്കന്മാരൊക്കെ എവിടെ ആയിരിക്കില്ലേ ഇപ്പോൾ. നമുക്ക് നിങ്ങൾ ഒരുപാട് കടകൾ തകർന്നു പോയി, ഒറ്റ രാത്രി കൊണ്ടാണ് ഇത് സംഭവിച്ചതെന്നുള്ള ഓർക്കണേ. അപ്പോൾ നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇതൊരു 2-3 ദിവസം വന്ന് ഉരുൾ പൊട്ടിയ പോലെ നമുക്ക് ഇവിടുത്തെ തോന്നുന്നത് കണ്ടു. അത്രയും ദൂരവും അത്രയും വ്യാപ്തിയുണ്ട് ഇതിൻ്റെ ഓരോ കാര്യങ്ങൾക്കും. നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ, ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ വീഡിയോയിൽ കാണുന്ന പോലെ അല്ല കേട്ടോ, ഒരുപാട് സംഭവങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട്. ഇപ്പോൾ അത് ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റുന്ന ഇവിടെ ഒരുപാട് രക്ഷാപ്രവർത്തകർ വന്നിട്ട് അവരുടെ എന്താ പറയുക ആ ഒരു ആത്മാർത്ഥതയാണ് ഇപ്പോൾ ഈ കാണുന്നത് കേട്ടോ. നോക്കി നിങ്ങൾ, ഇന്ന് ഇവിടെ നല്ല മഴയാണ് കേട്ടോ. അപ്പം നിങ്ങൾ വീഡിയോ കാണുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ പോലെ മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതുണ്ടോ, ഇത് ആ നേരത്തെ കണ്ട കട റൂമിൻ്റെ ബാക്ക് ഭാഗമാണ്. ഇവിടെ ഇപ്പോൾ വീടായിരുന്നോ ഇനി മറ്റുള്ള കടകളായിരുന്നോ എന്നറിയില്ല. ഈ ഒരു ഏരിയ ആദ്യം കണ്ടവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. മുണ്ടക്കൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ നഷ്ടപ്പെട്ടത് ഈ ഏരിയ എന്നാണ് പറയുന്നത് കേട്ടോ. ഇപ്പോൾ ഏകദേശം 400 ചില്ലാനം ആൾക്കാരെ മാത്രമേ ഇവിടുന്ന് കിട്ടിയിട്ടുള്ളൂ. ഈ കാഴ്ചകളൊക്കെ കാണുമ്പോൾ നമ്മളായ മനുഷ്യരായ നമ്മൾ എന്തിനാലേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓരോരുത്തരായിട്ട് വെറുതെ അലമ്പ് കാണിച്ച് ജീവിക്കുന്നത്. എന്നൊക്കെ നിങ്ങൾ ഒരുപാട് കുഞ്ഞുങ്ങൾ, അതാ സങ്കടമായത്. ഒരുപാട് കുട്ടികൾ, പാവപ്പെട്ട ഒരുപാട് ഒരു തെറ്റും ചെയ്യാത്ത, അല്ലെങ്കിൽ ഈ ഭൂമിയോട് ഒരു ഇതും ചെയ്യാത്ത ഒരുപാട് കുഞ്ഞുങ്ങൾ
രാത്രി കിടന്നുറങ്ങുമ്പോൾ തൊട്ടിലിൽ നിന്നും കട്ടിലിൽ നിന്നൊക്കെ വലിയ വലിയ കല്ലുകൾ വന്നിട്ട് നഷ്ടപ്പെട്ടു പോയ സ്ഥലമാണ് ഈ കാണുന്നത്. ഞാൻ ഒരുപാട് ദിവസമായിട്ട് മുണ്ടക്കൈ ഈ ഭാഗത്തേക്ക് വരണമെന്ന് ആലോചിക്കുന്നു. കാരണം നമ്മൾ ശരിക്കും ഈ ഒരു ഏരിയയാണ് കാണേണ്ടത് കേട്ടോ. ചൂരൽമല ഭാഗം എന്ന് പറയുന്നത് ഇവിടെ നിന്ന് പോയിട്ടുള്ളതാണ് അങ്ങോട്ടൊക്കെ. ഇവിടെ നിന്നൊക്കെയാണ് ഒരുപാട് കല്ലുകൾ വന്നിട്ട് ഒലിച്ചു പോയി. നമുക്ക് ഈ കല്ലൊന്നും ഇതിന് മുന്നേ ഇവിടെ ആരും കണ്ടിട്ടുണ്ടാവില്ല. വെള്ളം ഒലിച്ചു പോയ സമയത്ത് വന്ന് നിൽക്കുക. അവിടെയൊക്കെ ഏറ്റവും അവസാനമായി പോയത് അവിടുത്തെ ആ വീടാണ് കേട്ടോ. പക്ഷെ എനിക്കിപ്പോഴും മനസ്സിലാകാത്തൊരു കാര്യം, അതായത് വെള്ളം വന്നിട്ടുള്ളത് ആ ഭാഗത്തു നിന്നാണ്. പക്ഷേ ഈ ഭാഗങ്ങളൊക്കെ കയറി, പക്ഷേ ആ വീടൊക്കെ അവിടെ ഉണ്ട്, ഇതൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ ഇങ്ങനെ ഇത്ര ഭാഗങ്ങൾ മാത്രമേ ഇങ്ങനെ കൊണ്ടുപോയി എന്നാണ് മനസ്സിലാകത്ത കേട്ടോ. അതായത് ഒരു മാർക്ക് ചെയ്ത് പോയ പോലെ. ഇപ്പോൾ നിൽക്കുന്ന സ്ഥലം ഉണ്ടല്ലോ, ഏകദേശം ഒരു 15-20ഓളം വീടുകളുണ്ടായിരുന്ന സ്ഥലമാണ്. നമുക്ക് ആ വീടിൻ്റെ തറ നിൽക്കുന്നത് നോക്കി നിങ്ങൾ. അപ്പോൾ ഇനിയാണ് നമ്മൾ ഒറിജിനലായിട്ട് ആ ഉരുൾ പൊട്ടി വന്ന വഴി കാണാൻ വേണ്ടി പോകുന്നത് കേട്ടോ. ആ ഒരു ഭാഗത്താണത്. ഇതാണ് കേട്ടോ പള്ളി. ഈ പള്ളിയാണ് പൂർണ്ണമായിട്ട് തകർത്തിട്ടുണ്ട്. അടിഭാഗം മൊത്തം പോയിട്ടുണ്ട്. അപ്പോൾ ഈ പള്ളിയിൽ ജോലി ചെയ്യുന്ന ഖത്തീബാണ് എനിക്ക് തോന്നുന്നു. അവിടെ അന്ന് നമ്മളെ ആ ഒരു ഇതിൽ പത്രങ്ങളിലൊക്കെ കണ്ടിരുന്നത്. അതായത് ഉസ്താദിൻ്റെ ഒരു ചെറിയൊരു കാര്യം എന്ന് വെച്ചാൽ, ഉസ്താദിനോട് ഉമ്മ മഴ പെയ്യുന്ന സമയത്ത് ഉസ്താദിൻ്റെ ഉമ്മ പറഞ്ഞത്രേ ഇവിടെ നിന്ന് ഇപ്പോൾ മാറാനും നാട്ടിലേക്ക് വരാനും. അപ്പോൾ ഉമ്മയോട് ഉസ്താദ് പറഞ്ഞൊരു വാക്കുണ്ട്, അതായത് ഞാൻ പഠിപ്പിക്കുന്നതും, അതായത് കുഞ്ഞു മക്കൾ മദ്രസയെ പഠിപ്പിക്കുന്നതും ഞാൻ ഇൽമു ഓതി കൊടുക്കുന്നതുമായ കുറച്ച് കുട്ടികളുമ്മ ഇവിടെ ഉണ്ടുമ്മ, അതുകൊണ്ട് അവരൊക്കെ പോയിട്ട് ഞാൻ മാത്രം രക്ഷപ്പെട്ടിട്ട് എന്ത് കാര്യം എന്ന് ഉമ്മാനോട് തിരിച്ച് പറഞ്ഞിട്ട് അന്ന് ഇവിടെ നിന്നും പോവാതെ ഇവിടെ തന്നെ താമസിച്ചതാണ് ഉസ്താദ് കേട്ടോ. പക്ഷെ അത് അവസാനത്തെ ഉസ്താദിൻ്റെ ഒരു വോയിസ് ആയിരുന്നു, അത് ഉമ്മയുമായിട്ടുള്ള അവസാനത്തെ സംസാരമായിരുന്നു. അതുകൊണ്ട് അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ. ഞാനിപ്പോൾ ഏകദേശം ഇവിടെ എത്തിയിട്ട് 1 മണിക്കൂർ സമയം കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇതുവരെ ഞാനിവിടെ ആരും കണ്ടിരുന്നില്ല. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ കുറച്ച് ആൾക്കാർ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വൈറ്റ് കാർഡിൻ്റെ കുറച്ച് അംഗങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവരെന്തിനാണ് വന്നിട്ടുള്ളത് നമുക്ക് ചോദിക്കാം. അപ്പോൾ അസ്സലാമു അലൈക്കും. അപ്പോൾ നിങ്ങളിതിന് ക്യാപ്റ്റൻ കേട്ടു, പേരെന്താ? എൻ്റെ ഒരു ഷുക്കൂർ അലി. ഞാൻ വയനാട് ജില്ലാ വൈറ്റ് കാർഡിൻ്റെ ക്യാപ്റ്റനാണ്. ഓക്കെ. ഞങ്ങൾ ഉരുള് പൊട്ടിയ അന്ന് മുതൽ, അത് അന്ന് 3 മണിക്ക് എത്തിയ ആളുകളാണ്. ഇപ്പോഴും ഞങ്ങൾ തുടർന്ന് സേവനത്തിൽ 23ാമത്തെ ദിവസമാണ് ഇന്ന്. ഞങ്ങൾ തുടർച്ചയായിട്ട് 23 ദിവസമായിട്ട് സേവനത്തിലാണ്. ഇന്നലെ ഞങ്ങൾ വന്നു, പള്ളി മുകൾ നില ക്ലീനാക്കി, നിസ്കാരം ലുഹർ ഞങ്ങൾ ഇവിടെ നിസ്കരിച്ചു. നിസ്കാരം തുടങ്ങി. 3 മണിക്ക് ശേഷം മഴ പെയ്തപ്പോൾ ഞങ്ങൾ പോലീസുകാർ തിരിച്ചു വിളിച്ചു. അതിശക്തമായ മഴയാണ് ഇന്നലെ പെയ്തത്. അതുകൊണ്ട് കൺട്രോൾ റൂമിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു, ഇനി അവിടെ തുടരരുത്, ഞങ്ങൾക്ക് സേഫ് അല്ല, ഞങ്ങൾ തിരിച്ചു വരണം എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ പോയതാണ്. ഇനി ബാക്കിയുള്ള ഭാഗങ്ങളും കൂടി ക്ലീൻ ആക്കുന്നതിന് ഞങ്ങളെ കൊണ്ട് എത്രത്തോളം കഴിയുമോ അത്രത്തോളം. ഒരുപാട് ഒരു അരക്കോളം ചളി ഉണ്ട് താഴെ ഭാഗത്ത്. അപ്പോൾ ഞങ്ങൾ എത്രത്തോളം ഞങ്ങൾക്ക് സാധ്യമാകുമോ അത്രയും ഞങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഏതൊക്കെ കണിയാമ്പറ്റ പഞ്ചായത്തും അതുപോലെ പിന്നെ ഏതായിരുന്നു നെന്മേനി പഞ്ചായത്തും പിന്നെ മൂപ്പനാട് മേപ്പാടിയുള്ള സ്ഥിരാംഗങ്ങളുമാണ്. അതിന് പുറത്ത് പിന്നെ ഒരാളെ പരിചയപ്പെടുത്തേണ്ടത്, ഇത് കാസർഗോഡ് തൃക്കരിപ്പൂർ സ്വദേശിയാണ് ഷംസുദ്ദീൻ. ഈ ഇൻസിഡന്റ് സംഭവിച്ച അന്ന് എത്തിയ ആളാണ്. ഒരു പ്രാവശ്യം വീട്ടിൽ പോയി തിരിച്ച് വീട്ടിൽ കിടന്നുറങ്ങാനോ ഒന്നിനും പറ്റാതെ നമ്മളോട് വീണ്ടും വന്ന് ജോയിൻ ചെയ്ത ആളാണ്. ഇതുവരെ പോയിട്ടില്ല. ഈ 23 ദിവസത്തിൽ ഒരു ദിവസം വീട്ടിൽ പോയി കിടന്നുറങ്ങി തിരിച്ചു വന്ന ആളാണ്. ഇവരെ പ്രത്യേകം അഭിനന്ദിക്കാൻ നിവൃത്തിയില്ല. ഗുഡ് ജോബ്. എനിക്കത്രേ പറയാൻ കഴിയുന്നുള്ളൂ. അപ്പോൾ 23 ദിവസമായിട്ട് ഇവരെ ജോലിയും കാര്യങ്ങളൊക്കെ ഉപേക്ഷിച്ച് ഈ ഒരു നാടിന് വേണ്ടിയിട്ട് ഇങ്ങനെ പോരാടിക്കൊണ്ടിരിക്കാം കേട്ടോ. ഞാൻ ഇത് പ്രത്യേകത കാണിക്കാനുള്ള കാരണം, ഇപ്പം നിലവിൽ ഇവിടെ ആരും നമ്മൾ ഒരു സംഘടനാ പ്രവർത്തനം കാണുന്നില്ല, ഇവരെ മാത്രമാണ് ഇവിടെ കാണുന്നത് കേട്ടോ. അപ്പം അതിന് കാരണം അവർ പറഞ്ഞത് ഈ പള്ളി മാക്സിമം ഒന്ന് ക്ലീനാക്കി ഇവിടെ നിസ്കാര യോഗ്യമാക്കുക എന്നുള്ളത് പറഞ്ഞു കേട്ടോ. അപ്പോൾ അവരെ പ്രവർത്തനം നടക്കുന്നു. അപ്പം നിലവിൽ അവർക്കൊരു ചെമ്പ് താഴെ നിന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ അവിടെ നിന്ന് കിട്ടിയതാ അല്ലേ? ഓക്കെ. പള്ളിൻ്റെ വെക്കുക അല്ലേ? പള്ളിൻ്റെ തന്നെ അല്ലേ സാധനം? കുറേ പ്ലേറ്റുകളും ഒലിച്ച് താഴെ നിന്ന് കിട്ടിയതാ? ഓക്കെ. പള്ളിയുടെ ഹൗദ് നിന്നിരുന്ന ഭാഗം കേട്ടോ. ഹൗദ് വൃത്തിയാക്കി കൊണ്ടൊക്കെയാണ്. അപ്പോൾ ഷുക്കൂർക്ക, നമ്മുടെ ഉസ്താദ് നിന്നിരുന്ന റൂം ഏതാന്ന് പറയാൻ പറ്റുമോ? ഈ റൂമാന്ന് തോന്നുന്നുണ്ട്. പിന്നെ ഈ റൂമും അപ്പുറത്തെ റൂമാണ്. 2 റൂമർ തകർന്നു പോയിട്ടുണ്ട് അല്ലേ? അപ്പം ഇതിന്റെ സ്ലാബ് ഇടിഞ്ഞ് വീണിട്ടാ അല്ലേ? ഉസ്താദ് ഒലിച്ചു പോയതാ സംഭവം? ഒലിച്ചു പോയതാ അല്ലേ? അപ്പം നിലവിൽ നിസ്കാരം അവർ നിർവഹിക്കുന്നുണ്ട്. അപ്പോൾ പള്ളിയുടെ ആകാം അത് കാണണമെങ്കിൽ, അതായത് ഒരു ചേച്ചി കളിമണ്ണ് പോലുള്ള മണ്ണാട്ട് പറഞ്ഞത്, പാടത്തൊക്കെ ഉണ്ടാകുന്ന പശ പോലുള്ള മണ്ണാണ്.
ഈ ഭാഗത്ത് മണ്ണടഞ്ഞ് വന്നിട്ട് ഡോറൊക്കെ ക്ലോസ് ആയതുകൊണ്ട് വെള്ളം പുറത്തേക്ക് പോകാതെ മേലെ ഭാഗത്തേക്കും വെള്ളം പോയിട്ട് അങ്ങനെയൊക്കെയാണ് ഉസ്താദ് പോയത് കേട്ടോ. ഉസ്താദ് കിടന്നിരുന്ന റൂം ഇതാണ് എന്നുള്ളതാണ് ഇവർ പറയുന്നത്. കണ്ടിട്ട് ഈ ഭാഗം തന്നെ തോന്നും. നമുക്ക് ഇതിൻ്റെ ഒരു ഈ സ്ലാബും ഒരു ഇടിഞ്ഞു പോയേക്കുക. ഉസ്താദ് ഈ ഭാഗത്തോട് അങ്ങോട്ട് ഒലിച്ച് പോയതാണെന്നാണ് പറഞ്ഞു കേട്ടോ. കിടന്നിരുന്ന കെട്ടിലടക്കം ഒലിച്ച് പോയതാണെന്നാണ് പറഞ്ഞു. അപ്പോൾ പള്ളിയുടെ നിലവിലെ അവസ്ഥ ഇതാണ്. ഇവിടെ ഇതാ പൂർണ്ണമായിട്ടും റൂം തകർന്ന റൂം കാണിച്ചു തരാം. ഇവിടെ ആയിരുന്നെന്ന് വേറെ ആൾക്കാർ പറയുന്നുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ആ ഭാഗം തന്നെ ആയിരിക്കും. അതായത് റൂമാണ്. അപ്പോൾ കറക്റ്റായിട്ട് നമുക്കിതാ ഈ ഏരിയ എന്ന താഴെ ഭാഗങ്ങളൊക്കെ കാണട്ടോ. പക്ഷെ ഇവിടെ നിൽക്കുന്നത് അത്ര സേഫ് അല്ല. നോക്കി നിങ്ങൾ, ചെറിയ ചെറിയ കമ്പിയുടെ ബലത്തിൽ മാത്രമാണ് ഈ സ്ലാബ് ഇവിടെ തൂങ്ങി കിടക്കുന്നത്. അതായത് ആ കാണുന്നതാണ് കേട്ടോ നമ്മളെ മുണ്ടക്കൈ അങ്ങാടിയിൽ നിന്നും കുറച്ചും കൂടി മാറി, അതായത് വെള്ളം വരുന്ന ആ ഒരു വഴിയിലുള്ള ഒരു വീട് ഞാൻ കാണിച്ചു തരാം. നോക്കി നിങ്ങൾ, ഈ ഒരു വീട് മാത്രമാണ് ഇവിടെ ഒലിച്ചു പോയത് ബാക്കിയത് കേട്ടോ. പക്ഷെ ഒറ്റ മരം കൊണ്ട് തകർന്നൊരു വീടാണിത്. ഓക്കെ, ഈ ഒരു വലിയ മരം കണ്ടോ, ആ വീടിൻ്റെ സ്ലാബ് മൊത്തം നിലം പൊത്തിപ്പോയി. ഈ ഒരു വലിയ മരം കൊണ്ട് തകർന്ന് പോയൊരു വീട്. നിങ്ങൾ ആലോചിക്കുക, ഈ മരത്തിൻ്റെ കൂടെ വന്നിട്ടുള്ള വേറെ ഒന്നും ഇവിടെ വന്നിട്ട് കാണുന്നില്ല. ഈ ഒരു മരം ഇങ്ങനെ നേരെ ക്രോസ് ആയിട്ട് വന്നിട്ട് അതിനുള്ളിൽ കയറി ആ തൂണ് തകർത്ത് തൂണ് നിന്നിരുന്ന സ്ലാബ് അത് ഇടിഞ്ഞു വീണു. അങ്ങനെ ഈ വീടിൻ്റെ മുഖമായിട്ട് പോയിട്ടോ. നിങ്ങൾ ഇതൊക്കെ ഉറക്കത്തിൽ ഞാൻ പറഞ്ഞില്ല, 4 മിനിറ്റ് കൊണ്ടാണ് ഇതെല്ലാം ഇത്രയും വലിയൊരു മരം ഇവിടെ വന്ന് പതിച്ചത്. അപ്പോൾ ഞാനിത് മനസ്സിലാക്കുന്ന കാര്യം എന്താ വെച്ചാൽ ഇതിൻ്റെ സ്പീഡ്, ആ വെള്ളത്തിൻ്റെ സ്പീഡ് എത്രയായിരിക്കും. അവർ ശബ്ദം കേൾക്കുന്നു, ശബ്ദം കേട്ട് 4 മിനിറ്റ് കൊണ്ട് ആണ് ഇതെല്ലാം ഇവിടെ സംഭവിച്ചു കേട്ടോ. നിങ്ങൾക്കറിയാം, അപ്പോൾ നിൽക്കുന്ന ഏരിയ എന്ന് പറയുന്നത് എത്ര ആൾക്കാർ വീട് കെട്ടി താമസിച്ച് എത്ര സന്തോഷത്തോടെ ജീവിച്ചൊരു ഏരിയ ആയിരിക്കും. നോക്കി നിങ്ങൾ, ഞാൻ ഇപ്പോൾ നിൽക്കുന്ന ഏരിയ. പക്ഷെ ഇവിടെ ഇപ്പോൾ വലിയ ഒരു വീടിനെക്കാട്ടിലും ഉയരമുള്ള പാറകളും കല്ലുകളും മരങ്ങളൊക്കെ ഉള്ളത്. എൻ്റെ മുമ്പ് കണ്ടോ നിങ്ങൾ, ഇത് കണ്ടോ. അപ്പോൾ നിലവിലിപ്പോൾ നമുക്ക് ഇങ്ങനെ കാണുമ്പോൾ, നിങ്ങൾ വീഡിയോയിൽ കാണുമ്പോൾ അത്രത്തോളം ഇതിനൊരു വ്യാപ്തി നിങ്ങൾക്ക് തോന്നില്ല. ഇപ്പം നിങ്ങൾ ഈ കല്ലൊന്ന് കണ്ടു നോക്കിയേ. നേരത്തെ ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് അത്ര ഒരു ഭീകരത തോന്നിയിട്ടുണ്ടാവില്ല. പക്ഷേ ഇപ്പോൾ ഈ കല്ല് കാണുമ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നമ്മൾ സാധാരണ വീട്ടിലേക്കുള്ള പോലെ ഒരു വീടൊക്കെ നിൽക്കുന്ന പോലെ വലിയൊരു വീട് നമ്മൾ മുമ്പ് നിൽക്കുന്നു. അത്രയും വലിയ ഉയരമുള്ള കല്ലാണ്. പക്ഷേ ഇതിൻ്റെ താഴെ ഒന്നുമില്ല കേട്ടോ. ഒക്കെ ഒലിച്ച് പോയി, ചെറിയൊരു അരുവിങ്ങ് ഒലിച്ച് പോകുന്നുണ്ട്. ഓരോ ദിവസം മണ്ണ് അവിടെ നിന്ന് പോയിക്കൊണ്ടേ നിൽക്കുകയാണ്. പിന്നെതാ ഇതുവഴി നമുക്ക് പോകാം. ഇത് ജീപ്പ് പോയ സ്ഥലമാണ്. പക്ഷെ ഇവിടെ നിന്ന് ആരും കാണുന്നില്ല കേട്ടോ. ഞാൻ അവിടെ നിന്ന് പാസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഇങ്ങോട്ട് കയറി വരാനുള്ള പാസ് വേണം. ഇപ്പോൾ റോഡ് തന്നെ കണ്ടില്ലേ, ആകെ മഞ്ഞ് മൂടി കിടക്കുകയാണ്. അവിടെ ഒരു കുറച്ച് വീടൊക്കെ കാണുന്നുണ്ട്. ആ വീടിൻ്റെ അടുത്തേക്ക് പോകാനാണ് ഇപ്പോൾ നോക്കുന്നത്. ഇത് മുണ്ടക്കയുടെ മേലെ ഭാഗമാണ്. ഇനി ഇങ്ങോട്ട് മറ്റെന്തെങ്കിലും പറയലുണ്ടോ എനിക്കറിയില്ല. ഇതാ കണ്ടോ, ഈ നിന്നിരുന്ന സ്ഥലത്തൊക്കെ വീടുകളായിരുന്നു കേട്ടോ അതുണ്ടായിരുന്നത്. ആ സ്ഥാനത്ത് ഇപ്പോൾ വെറും കല്ലുകൾ മാത്രം, പാറക്കല്ലുകൾ മാത്രം. ഈ പാറക്കെട്ടുകൾ കണ്ടാൽ നിങ്ങൾ, ഇതെല്ലാം ഒരാളുടെ സ്ഥലമാണ് കേട്ടോ. പക്ഷെ ആ ആളുടെ സ്ഥലവും വീടുമാണ് കാണുന്നത്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ കണ്ട ഈ പാറക്കല്ലൊക്കെ ഉണ്ടല്ലോ, ആ പാറക്കെട്ടുകളെല്ലാം ഈ വീടിൻ്റെ മേലെ കൂടെയാണ് അത്രേ ഒഴുകി വന്നത്. ഇവിടെ ഇപ്പോൾ കണ്ടത് നിങ്ങൾ വീടിൻ്റെ ആ ഒരു സ്ട്രക്ചർ മാത്രം. ഇത് താഴെ ഭാഗമല്ല, ഇത് ബീമാണ്, മേലെ കൊടുത്തിരുന്ന ബീമാണ്. ബെഡ് നോക്കുക നിങ്ങൾ, ഇവിടുത്തവർക്കൊന്നും ഒന്നും ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. ആ ശബ്ദം കേട്ട് പോലും ഉണ്ടാവില്ല. അവർ ഉറങ്ങിക്കിടക്കുന്ന സമയത്താണ് അത്രേ ഇവിടെ പോയിട്ടുണ്ടായിരുന്നത്. ഇവിടെ നിന്ന് പൊട്ടി താഴേക്ക് എത്തി, അവിടെ നിന്നും പൊട്ടി അവസാനം അത് ചാലിയാറിലേക്ക് എത്തണമെങ്കിൽ നിങ്ങൾ നോക്കുക എത്ര സമയമെടുക്കും. അത്രയും സമയം ആ ഓരോരോ ആളുകൾ ഒലിച്ച് ചാലിയാറിലൊക്കെ വന്നിട്ടുണ്ടല്ലോ. ഒരു പക്ഷേ ഈ വീട്ടിലെ ആളുകൾക്ക് ആയിരിക്കില്ല അത്. ഒരു വാഷിംഗ് മെഷീൻ നോക്കി നിങ്ങൾ, പൂർണ്ണമായിട്ടും പോയിട്ടുണ്ട്. ആ കിണറിനൊന്നും സംഭവിച്ചില്ല കേട്ടോ. ഇപ്പോഴും മഴ പെയ്തുകൊണ്ടേ നിൽക്കുകയാണ്. ഇവിടെ ഒരു വീടുണ്ടായിരുന്നു. ഇത് അവിടെ നിന്ന് ഇങ്ങനെ രണ്ട് സൈഡിൽ റോഡിൻ്റെ 2 സൈഡായിട്ട് ഫുള്ള് വീടായിരുന്നു കേട്ടോ. അതിലിപ്പോൾ ബാക്കിയായത് ഈ വീടും വെള്ളം വരാവുന്ന ഈ വീടുമാണ്.